നമസ്കാരം. ജ്ഞാനാമൃതധാരയൊഴുക്കുവാൻ ഞങ്ങളിതാ തയ്യാറായി കഴിഞ്ഞു. മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നിങ്ങളും അല്പസമയം തയ്യാറായിരിക്കും. മാനസിക തലത്തിൽ മഹാപരിവർത്തനങ്ങൾ ചെയ്യുവാൻ ഈ പരിപാടി നിങ്ങളെ സഹായിക്കും. ആത്മാവിലെ 3 ഘടകങ്ങളാണ് മനസ്സും ബുദ്ധിയും സംസ്കാരവും. ആത്മാവിലെ ചിന്തിക്കുന്ന കഴിവിന്റെ പേരാണ് മനസ്സ്. മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ ചിന്തിക്കുന്നവർക്കും മറ്റുള്ളവർക്കും പ്രകൃതിക്കും എങ്ങനെ സ്വാധീനമുണ്ടാക്കുന്നു എന്ന് നാം അറിയുമ്പോൾ ചിന്തകളെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുവാൻ നാം ശ്രദ്ധിക്കുന്നു. അതിനായുള്ള ഉപായമാണ് ഇന്നത്തെ ജ്ഞാനരത്നങ്ങളിൽ. ഓം ശാന്തി. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതുപോലെ ആയിത്തീരും. ഈ മഹാവാക്യങ്ങൾ സ്വാമി വിവേകാനന്ദ ജി ഉച്ചരിക്കുകയുണ്ടായി. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ എന്ത് ചിന്തിക്കുന്നു നമ്മൾ അതേപോലെ ആകും. അതായത് നമ്മളുടെ സങ്കല്പശക്തിയുടെ, ചിന്താശക്തിയുടെ മഹത്വത്തെക്കുറിച്ച്, മഹാനതയെക്കുറിച്ച് അദ്ദേഹം നമുക്ക് ബോധമുണ്ടാക്കി തന്നതാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ, എങ്ങനെ ചിന്തിക്കുന്നോ അതേപോലെ നമ്മുടെ ജീവിതം ആയിത്തീരും. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും മഹത്വപൂർണമായത് നമ്മുടെ സങ്കല്പത്തിൻ്റെ ശക്തിയാണ് എന്നുള്ളതാണ്. പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരിക്കലൊരു ഗുരു ഒരു ശിഷ്യന് സങ്കല്പശക്തിയുടെ മഹത്വത്തെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഒരു പരീക്ഷണത്തിന് വിധേയമാക്കിയതായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഗുരു ശിഷ്യൻ്റെ അടുത്ത് പറഞ്ഞു, നീ മനസ്സിലിങ്ങനെ ജപിക്കണം. സങ്കല്പശക്തിയുടെ മഹത്വം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. നീ ദിവസവും ഇങ്ങനെ ജപിക്കണം, ഞാൻ എരുമയാണ് 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 എരുമയാണെന്ന് ജപിച്ചിരിക്കണം എന്ന് പറഞ്ഞു. തുടർച്ചയായിട്ട് രാവിലെ മുതൽ വൈകുന്നവരെ ഇത് തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കൂ പറഞ്ഞു. അതിനുശേഷം ഈ ശിഷ്യൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാൻ തുടങ്ങി, ഞാൻ എരുമയാണ് ഞാൻ എരുമയാണ് ഞാൻ എരുമയാണ്. സദാ മനസ്സിൽ ഈ സങ്കല്പമായി. വയലിൽ ജപിക്കലും മനസ്സിലും ഈ ചിന്തനം തന്നെ. അപ്പം അതിനുശേഷം ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ ഈ ശിഷ്യന് ഭക്ഷണം വിളമ്പി കൊടുത്തു. അപ്പോൾ ഭക്ഷണം വിളമ്പി കൊടുത്തപ്പോൾ ഭക്ഷണം കഴിച്ചില്ല. അപ്പോൾ പകരം പുല്ലിട്ട് കൊടുത്തപ്പോൾ പുല്ല് കഴിക്കാൻ തുടങ്ങി. പിന്നീട് അതിനുശേഷം ഈ ശിഷ്യനെ കൊണ്ടുപോയി ആ ശിഷ്യനുണ്ടായിരുന്ന റൂമിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറഞ്ഞു. ഇല്ല, എനിക്ക് ഈ വാതിലിൽ കൂടെ പുറത്തേക്ക് വരാൻ പറ്റില്ല, ഞാൻ എരുമയാണ്. പിന്നെ 4 കാലിൽ നടക്കാൻ തുടങ്ങി എന്ന് പറയാറുണ്ട്. അപ്പം അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതായത് നമ്മളുടെ ചിന്തകൾക്കനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വാക്കും കർമ്മവും, നമ്മുടെ എക്സ്പ്രഷൻസ്, നമ്മുടെ ഭാവപ്രകടനങ്ങളെല്ലാം നമ്മുടെ ചിന്തകൾക്കനുസരിച്ചാണ് സെറ്റാവണേ. അതായത് സങ്കല്പത്തിന് ഇത്രത്തോളം ശക്തിയുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ ആക്കി തീർക്കുക തന്നെ ചെയ്യുക. എന്ത് ചിന്തിക്കുന്നോ അതായിത്തീരും. അതുകൊണ്ടാണ് നമ്മുടെ ബഹുമാന്യനായ മുൻ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ കലാം ജി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ എപ്പോഴും പറയാറുണ്ട്, നോക്കൂ, നിങ്ങൾ ഉയർന്ന ചിന്താഗതികൾ വയ്ക്കൂ, വളരെ വലിയ സ്വപ്നങ്ങൾ കാണൂ, ഹാർഡ് വർക്ക് ചെയ്യൂ, ജീവിതത്തിൽ ഉന്നത വിജയം കൈവരിക്കാം. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ വിചാരങ്ങൾ എത്രത്തോളം ശ്രേഷ്ഠമാകുന്നോ ആ ശ്രേഷ്ഠ വിചാരങ്ങൾ നമ്മുടെ ജീവിതത്തെ അതേപോലെ ഉയർന്നതാക്കി മാറ്റാൻ സഹായിക്കാം. അതുകൊണ്ട് ഉയർന്ന വിചാരങ്ങളാണ് ജീവിതത്തിൽ ഉയർച്ചയുടെ ആധാരം. അതേപോലെ നേരെ തിരിച്ചും താഴ്ന്ന തരത്തിലുള്ള ചിന്താഗതികളാണ്, ലോ ലെവൽ തിങ്കിങ്, അത് നമ്മുടെ ജീവിതത്തെയും താഴ്ത്തിക്കളയും അല്ലേ. അപ്പം അതുകൊണ്ട് സാധാരണ നമ്മൾ പറയില്ലേ, ഇന്നാള് ദോഷൈക ദൃക്ക, ഇയാൾ എല്ലാത്തിലും ദോഷം മാത്രമേ കാണുള്ളൂ, നെഗറ്റീവ് സൈഡ് മാത്രമേ കാണുള്ളൂ, പിന്നെ എങ്ങനെയാ അയാൾ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറയാറുണ്ട്. ചിലരെന്താണ്, ഇവർ ശുഭാപ്തി വിശ്വാസക്കാരെ, എല്ലാത്തിലും പോസിറ്റീവ് മാത്രം ദർശിക്കുന്നവരാ, കാണുന്നവരാ, പോസിറ്റീവ് മാത്രമേ ചിന്തിക്കുകയുള്ളൂ അല്ലേ. അപ്പം അവരുടെ ജീവിതം ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ചിരിക്കും. അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് സിസ്റ്റർ പറഞ്ഞു വരണേ, നമ്മൾ നമ്മുടെ സങ്കല്പശക്തിയുടെ മഹാനതയെ മനസ്സിലാക്കി ജീവിക്കണം. കാരണം ഇത്രയും വലിയൊരു ടൂളാണ് നമ്മുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്നത്. സങ്കല്പശക്തി എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ഏറ്റവും വലിയ ഒരു ഉപകരണം പോലെയാണ്. ആത്മാവിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിചാരങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിചാരങ്ങൾ എത്രത്തോളം ശ്രേഷ്ഠമാണോ
ശുഭമാണോ, ശക്തിശാലിയാണോ, അതിനനുസരിച്ച് പോസിറ്റീവ് പ്യുവർ ആൻഡ് പവർഫുൾ തോട്ട്സ് നമ്മുടെ ജീവിതത്തെ അതേപോലെ പോസിറ്റീവായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയൊക്കെ മാറ്റും. ഒരു പോസിറ്റീവ് ലൈഫ് സ്റ്റൈലിന് ഉടമയായിട്ട് നമ്മളെ മാറ്റും. പ്യുവർ ഫീലിങ്സിന് നമ്മളെ ഉടമയാക്കി മാറ്റും. കാരണം എങ്ങനെയുള്ള ചിന്തകളാണോ അതിനനുസരിച്ചുള്ള ഫീലിങ്സാണ് നമുക്കുണ്ടാകുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് തോട്ട് വരുമ്പോൾ നമ്മുടെ ഫീലിങ്സ് എല്ലാം പോസിറ്റീവായിരിക്കും അല്ലേ? സുഖവും ശാന്തിയും സന്തോഷവും നമ്മളെ ഉന്മേഷവും ഉത്സാഹവും നമുക്ക് നൽകുന്ന ചിന്തകൾ, അതിനെയാണ് പോസിറ്റീവ് തോട്ട് എന്ന് പറയുന്നത്. പോസിറ്റീവ് ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നവയെല്ലാം, നമ്മളെ എനർജറ്റിക് ആക്കുന്നവയെല്ലാം, ആക്റ്റീവ് ആക്കുന്നത്, ഊർജ്ജസ്വലയാക്കുന്നത്, സുഖവും ശാന്തിയും സന്തോഷവും ആനന്ദവും നമുക്ക് നൽകുന്നത്, ആ തരത്തിലുള്ള വിചാരങ്ങൾ നമ്മുടെ ഉള്ളിൽ നടക്കുമ്പോൾ അതിനെയാണ് പോസിറ്റീവ് തോട്ട് എന്ന് പറയുന്നത്. കാരണം അതിൽ നമുക്ക് പോസിറ്റീവ് ഫീലിങ്സാണ് എപ്പോഴും ഉണ്ടാകുക. അതേപോലെ നേരെ ഓപ്പോസിറ്റ്, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ, ആത്മാവിലെ ചിന്തകൾ നടക്കുമ്പോൾ ആ ചിന്തകൾ നെഗറ്റീവ് ആണെങ്കിലോ, നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ് നമുക്ക് നെഗറ്റീവ് ഫീലിങ്സുകൾ എപ്പോഴും പ്രദാനം ചെയ്യുന്നത്. നമ്മൾ മൂഡ് ഓഫ് ആയിരിക്കുക, അസ്വസ്ഥമായിരിക്കുക, ടെൻസ്ഡ് ആയിരിക്കുക, അസൂയാലുവായിട്ട് മാറുക, അശ്രദ്ധരായിട്ട് മാറുക അല്ലേ? ദേഷ്യം നമുക്ക് വരിക, കാമിയാകുക, നമ്മൾ ക്രോധം നമുക്കുണ്ടാകുക, അസ്വസ്ഥതകൾ നമുക്കുണ്ടാകുക. ഈ രീതിയിൽ നമ്മൾക്ക് നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് നമുക്ക് പ്രദാനം ചെയ്യുന്ന ആ നെഗറ്റീവ് ഫീലിങ്സ് എല്ലാം നെഗറ്റീവ് തോട്ടിൻ്റെ കാരണങ്ങളല്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മുടെ മുഖം കണ്ടിട്ട് നമ്മൾ മൂഡ് ഓഫ് ആയിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചിലർ ചോദിക്കാറില്ലേ, എന്താ മനസ്സിൽ, എന്ത് പറ്റിയെന്ന്, മനസ്സിൽ എന്താ നടന്നുകൊണ്ടിരിക്കണേ? എൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ അർത്ഥം നമ്മൾ പറയാറില്ലേ, നമ്മുടെ മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് പറയും. നമ്മുടെ ഉള്ളിൽ എങ്ങനെയുള്ള വിചാരങ്ങളാണോ നടന്നുകൊണ്ടിരിക്കണ മനസ്സിലുണ്ടാകുന്ന വിചാരങ്ങൾ, സങ്കല്പങ്ങൾക്കനുസരിച്ചുള്ള ഫീലിങ്സ് നമ്മുടെ മുഖത്തിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ മറ്റുള്ളവർക്ക് കാണാൻ കഴിയും. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. ഇപ്പം നമ്മളൊരു ദിവസം നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുക, സന്തോഷവാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ വന്ന് ചോദിക്കില്ലേ, എന്താ വളരെ ഹാപ്പി ആയിട്ടിരിക്കണ്ടല്ലോ, എന്ത് പറ്റി എന്ന് ചോദിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ഉള്ളിൽ എങ്ങനെയുള്ള വിചാരങ്ങളാണോ നടക്കുന്നത്, അത് പോസിറ്റീവായിട്ടുള്ള തോട്ടാണെങ്കിൽ പോസിറ്റീവ് ഫീലിങ്സ് ഉണ്ടാകും. അത് പോസിറ്റീവായിട്ടുള്ള ഭാവപ്രകടനങ്ങൾക്ക് ആധാരമായിട്ട് മാറും. അതേപോലെ നെഗറ്റീവ് വിചാരങ്ങളാണ് ഉണ്ടാകണമെങ്കിൽ ആ നെഗറ്റീവ് ഫീലിങ്സ്, നെഗറ്റീവായിട്ടുള്ള ഭാവപ്രകടനങ്ങളെ, വികാര വിചാരങ്ങൾ അതിനനുസരിച്ചുള്ള പെർഫോമൻസിൻ്റെ ആധാരമായിട്ട് മാറും. അതുകൊണ്ടാണ് പറയുന്നത് സങ്കല്പമാണ് സൃഷ്ടിയുടെ ആധാരം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അതായി തീരും എന്ന് വിവേകാനന്ദ സ്വാമിജി പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ഇതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ്. എൻ്റെ ജീവിതം എൻ്റെ കയ്യിലാണ്. എനിക്ക് എൻ്റെ ജീവിതത്തെ എങ്ങനെയാക്കി വേണമെങ്കിലും മാറ്റാം. അത് ഏതിനെ ആശ്രയിച്ചിരിക്കുകയാണ്? എൻ്റെ മനസ്സിലുണ്ടാകുന്ന, ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന തോട്ടുകൾ, വിചാരങ്ങൾക്കനുസരിച്ച് എനിക്ക് എൻ്റെ ജീവിതത്തെ ആക്കി തീർക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ എന്നെക്കുറിച്ച് എങ്ങനെയുള്ള വിചാരങ്ങളാണോ കൊണ്ടുവരണേ അതിനനുസരിച്ച് എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കണേ. സാധാരണ നമ്മൾ പറയില്ലേ, അവരെന്ത് വിചാരിക്കും എന്നെക്കുറിച്ച്, ഇവരെന്ത് വിചാരിക്കും എന്നെക്കുറിച്ച്. മറ്റുള്ളവരുടെ വിചാരങ്ങൾക്കനുസരിച്ചല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം പോണേ. അതിനേക്കാളും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റുള്ളവരുടെ വിചാരങ്ങൾക്ക് നമ്മുടെ മേലെ ഉണ്ടാക്കാവുന്ന സ്വാധീനത്തെക്കാൾ എത്രയോ ഇരട്ടി, എത്രയോ മടങ്ങ് കൂടുതലാണ് നമ്മൾ ഉണ്ടാകുന്ന വിചാരങ്ങൾ നമ്മുടെ മേലെ ഉണ്ടാക്കുന്ന സ്വാധീനം. കാരണം തോട്ട് എന്ന് പറഞ്ഞാൽ എനർജിയാണ്. പോസിറ്റീവ് തോട്ട് പോസിറ്റീവ് എനർജി ഫ്ലോ ആണ്. നെഗറ്റീവ് തോട്ട് നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ അത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നതിന് കാരണം നമ്മുടെ ഉള്ളിലെ എനർജി ലെവലിനെ അത് ഡിക്രീസ് ചെയ്യിക്കും. എനർജി ലെവലിന് നമ്മൾ ലോ ലെവലിലേക്ക് നമ്മൾ വരുന്നതിന് കാരണമാകും. അപ്പോഴാണ് ലോ വോൾട്ടേജ് സംഭവിക്കുന്നത്. നമ്മൾ പറയില്ലേ, സാധാരണ ബൾബിൽ തന്നെ ഹൈ വോൾട്ടേജ്, ലോ വോൾട്ടേജ്. അതേപോലെ നമ്മളുടെ ജീവിതം, നമ്മുടെ പൊട്ടൻഷ്യൽ ലോ ആകുന്നത് അപ്പോഴാണ്, എപ്പോഴാണോ നെഗറ്റീവ് തിങ്കിങ് ഉണ്ടാകുന്നത്. അതേസമയം നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ്, നമ്മുടെ വോൾട്ടേജ് അപ്പോഴാണ് നമ്മൾ ഊർജ്ജസ്വലരാകണേ എപ്പോഴാണോ പോസിറ്റീവ് തോട്ട്, പോസിറ്റീവ് തിങ്കിങ് ലൈഫ് സ്റ്റൈൽ എപ്പോഴാണോ നമ്മളിൽ, അത് നമ്മളെ ഹൈ വോൾട്ടേജിലേക്ക് കൊണ്ടുപോകും. അപ്പം ജീവിതത്തിൽ നമുക്ക് പ്രകാശമാനമായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ, പ്രകാശമാനമായിട്ടിരിക്കുക അർത്ഥം ജീവിതത്തിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഹൈ വോൾട്ടേജ് അർത്ഥം
നമുക്ക് നല്ലപോലെ ആക്റ്റീവായിട്ടിരിക്കണമെങ്കിൽ, ഊർജ്ജസ്വലരായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ സുഖവും ശാന്തിയും സന്തോഷത്തോടും കൂടി നമുക്ക് ഇരിക്കാൻ കഴിയും. അതാണ് നമ്മുടെ ഹൈ വോൾട്ടേജ് എന്ന് പറയുന്നത്. ആ ഉയർന്ന വോൾട്ടേജിൽ നമുക്ക് ഇരിക്കാൻ നമ്മുടെ ചിന്തകളും അതിനനുസരിച്ച് ശുദ്ധവും ശുഭവും ശ്രേഷ്ഠവുമായിരിക്കണം. കാരണം സങ്കല്പത്തിന് അത്രയും ശക്തിയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സങ്കല്പത്തിന്റെ ശക്തി ജഡവസ്തുക്കളുടെ മേലെയും സങ്കല്പത്തിന് എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. വസ്തുക്കളുടെ മേലെ അതേപോലെ ചൈതന്യത്തിന്റെ മേലെയും എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്രയും സങ്കല്പം, കാരണം അത് അലൗകികമായ ഊർജമാണ്, ഭൗതിക ഊർജമല്ല, അലൗകിക ഊർജമാണ്. അപ്പൊ ഈ അലൗകിക ഊർജത്തിന് വസ്തുക്കളുടെ മേലെയും വ്യക്തികളുടെ മേലെയും എഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയും എന്ന് സയൻസ് പോലെ ഇന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ആൾക്കാർ തങ്ങളുടെ വിചാര സങ്കല്പ ശക്തിയെ ഉപയോഗിച്ചിട്ട് ഇരുമ്പ് ദണ്ടിനെ പോലും വളയ്ക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്പൂണിനെ വളയ്ക്കുക, അല്ലേ, കേട്ടിട്ടില്ലേ? അപ്പോൾ അതേപോലെ നമ്മുടെ സങ്കല്പശക്തി മനുഷ്യാത്മാക്കളുടെ മേലെയും പ്രഭാവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചില സമയത്ത് ടെലിപ്പതി പറയില്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ഒരാളെ ഓർമ്മിക്കുക, നമ്മുടെ ബന്ധു അല്ലെങ്കിൽ നമ്മുടെ മിത്രം, അവർ അമേരിക്കയിലോ റഷ്യയിലോ ഇരിക്കുന്ന ആളാകട്ടെ. അപ്പോൾ ഇത്രയും കിലോമീറ്ററുകൾക്ക് അകലെ ഇരിക്കുന്ന ഒരു വ്യക്തി കുറിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഓർമ്മിക്കുമ്പോൾ തന്നെ അവരുടെ ഫോൺ നമുക്ക് വരിക, അല്ലേ? അപ്പം നമ്മൾ ഉടനെ എന്ത് പറയും? ഓഹ്, ഇപ്പം ഞാൻ നിന്നെ ഓർമ്മിച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും നിന്റെ ഫോൺ വന്നു. അതാണ് സങ്കല്പശക്തി. അപ്പം നമ്മൾ വിചാരിച്ചു, നമ്മുടെ സങ്കല്പം ഉണ്ടാക്കിയ ഊർജം, ആ തരംഗങ്ങൾ ശരിക്കും ആ വേവ്സ്, ആ പ്രകമ്പനങ്ങൾ അവരുടെ അടുത്തെത്തി. കിലോമീറ്ററുകൾ, കടലുകൾ താണ്ടി അവിടെ എത്തി. അതിന് പാസ്പോർട്ടും വിസയൊന്നും ആവശ്യമില്ല സങ്കല്പശക്തിക്ക് സഞ്ചരിക്കാൻ. ആ ഊർജ തരംഗങ്ങൾ അവിടെ പോയി ടച്ച് ചെയ്തു, ഉടനെ അവർക്ക് നമ്മളെ ഓർമ്മ വന്നു. ഇതിനാണ് ടെലിപ്പതി പറയുന്നത്. അപ്പം സങ്കല്പത്തിന് ഇത്രയും ശക്തിയുണ്ട്. അപ്പം നമ്മുടെ വിചാരങ്ങൾക്ക് ഇത്രയും സ്വാധീനം മറ്റുള്ളവരുടെ മേലെ ഉണ്ടാക്കാൻ പറ്റും, അന്തരീക്ഷത്തിൽ ഉണ്ടാക്കാൻ പറ്റും, വസ്തുക്കളിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പം വസ്തുക്കളിലും വൈഭവങ്ങളിലും വ്യക്തികളിലും നമുക്ക് സ്വാധീനം ഉണ്ടാക്കാൻ നമ്മുടെ വിചാരം കൊണ്ട് സങ്കല്പശക്തി ഉപയോഗിച്ച് കഴിയും. ഇത് സയൻറ്റിഫിക്കലി ഇന്ന് പ്രൂവ്ഡ് ആണ്. ജപ്പാനിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്, അടുത്തിടയ്ക്ക് ഇന്റർനെറ്റ് വഴി മെസ്സേജ് എല്ലാവർക്കും വന്നതാണ്. ജപ്പാനിലൊരു ശാസ്ത്രജ്ഞൻ സങ്കല്പശക്തിയുടെ എഫക്റ്റ് ജലത്തിന്റെ മേലെ പരീക്ഷിക്കുകയും ആ പരീക്ഷണത്തിന്റെ റിസൾട്ട് ലോകത്തെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? ഒരു ഗ്രൂപ്പ് 300 കിലോമീറ്റർ ദൂരം ഉള്ള ഒരു ലബോറട്ടറിയിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചതിന് ശേഷം 300 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് കുട്ടികളോട്, 300ഓളം കുട്ടികളോട് ആ ലബോറട്ടറിയിൽ ഇരിക്കുന്ന വെള്ളത്തിനെ പ്രതി സങ്കല്പങ്ങൾ വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഗ്രൂപ്പിനോട് അദ്ദേഹം പറഞ്ഞു പോസിറ്റീവ് സങ്കല്പം വയ്ക്കാൻ. അതിനുശേഷം ആദ്യം ആ വെള്ളത്തിൻ്റെ ഫോട്ടോ എടുത്തു വെച്ചു, ക്രിസ്റ്റൽ ഘടനയുടെ ഫോട്ടോ. അതിനുശേഷം പിന്നീട് അവർക്ക് 15 മിനിറ്റ് സമയം കൊടുത്തിട്ട് ആ 15 മിനിറ്റ് സമയം അവരെ കൊണ്ട് വീണ്ടും പോസിറ്റീവ് സങ്കല്പം വെച്ചതിന് ശേഷം അതിൻ്റെ ഫോട്ടോ എടുപ്പിച്ചു. അതിനുശേഷം ഇനിയൊരു ഗ്രൂപ്പിനെ കൊണ്ട് നെഗറ്റീവ് സങ്കല്പം അതേ ലബോറട്ടറി ഇരിക്കുന്ന വെള്ളത്തെ പ്രതി മറ്റൊരു സമയം നൽകിയിട്ട് വെക്കാൻ പറഞ്ഞു. വീണ്ടും അതിൻ്റെ ഫോട്ടോ എടുപ്പിച്ചു. അപ്പോൾ ഈ ഫോട്ടോസ്, ക്രിസ്റ്റൽ ഘടനയുടെ ഫോട്ടോസ് തമ്മിൽ അന്തരം ഉണ്ടായിരുന്നു. നെഗറ്റീവ് സങ്കല്പങ്ങൾ ആ വെള്ളത്തെ പ്രതി വെച്ച സമയത്ത് ഉണ്ടായ ക്രിസ്റ്റൽ ഘടന, വെള്ളത്തിൻ്റെ ക്രിസ്റ്റൽ ഘടന വിരൂപമായിരുന്നു. അതേസമയം പോസിറ്റീവ് സങ്കല്പങ്ങൾ നൽകിയ സമയത്ത് ആ വെള്ളത്തിൻ്റെ ക്രിസ്റ്റൽ ഘടന വളരെ അറേഞ്ച്ഡ് ആയിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു രൂപം അതിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. വീണ്ടും അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ ആവർത്തിച്ചു. ഡാമില് പോയിട്ട് ഡാമിലെ വെള്ളത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ആദ്യം അദ്ദേഹം ഡാമിലെ വെള്ളത്തിന് മുന്നിൽ നിന്നുകൊണ്ട് വളരെ മോശമായ അസഭ്യ വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാരോട് പറഞ്ഞു. അതിനുശേഷം ആദ്യം ഡാമിലെ വെള്ളത്തിന്റെ ഫോട്ടോ എടുത്തു വെച്ചു, അസഭ്യ വാക്കുകൾ പറഞ്ഞതിന് ശേഷം അതിന്റെ ഫോട്ടോ, അതിന്റെ ക്രിസ്റ്റൽ ഘടനയുടെ ഫോട്ടോ എടുപ്പിച്ചു. പിന്നീട് നല്ലൊരു സംഗീതജ്ഞനെ കൊണ്ട് നിർത്തിയിട്ട് വളരെ മനോഹരമായ സംഗീതം അവിടെ നടത്തിയതിനു ശേഷം വീണ്ടും ആ ഡാമിലെ വെള്ളത്തിന്റെ ഫോട്ടോ എടുത്ത് നോക്കി. ഓരോ സമയത്തും ക്രിസ്റ്റൽ ഘടനയിലുള്ള അന്തരം അദ്ദേഹം പഠിച്ചു. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് പോസിറ്റീവായിട്ടുള്ള തരംഗങ്ങൾക്ക്, പോസിറ്റീവ് വൈബ്രേഷൻസ്, പോസിറ്റീവായിട്ടുള്ള സങ്കല്പങ്ങൾ, ഊർജം കൊടുത്തപ്പോൾ ജലതന്മാത്രകൾക്കുണ്ടായ റീഅറേഞ്ച്മെന്റ്, നെഗറ്റീവ് ഊർജം പ്രദാനം ചെയ്തപ്പോൾ ഉണ്ടായ റീഅറേഞ്ച്മെന്റ് തമ്മിൽ ഇത്രയും അന്തരം ഉണ്ടായിരുന്നു, രാത്രിയും പകലും പോലെ. നെഗറ്റീവായിട്ടുള്ള സങ്കല്പങ്ങൾ വികൃത രൂപം ഉണ്ടാക്കി ക്രിസ്റ്റൽ ഘടനയ്ക്ക്. അതേസമയം പോസിറ്റീവ് സങ്കല്പങ്ങൾ വളരെ മനോഹരമായ പൂക്കൾ പോലെ നല്ല അറേഞ്ച്മെന്റ്സ്, റീഅറേഞ്ച്മെന്റ്സ് ക്രിസ്റ്റൽ ഘടനയിൽ ഉണ്ടാക്കി. അപ്പം അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കി സങ്കല്പത്തിന്റെ ശക്തിക്ക്
ജഡവസ്തുവിൻ്റെ മേലെ ജലതരംഗങ്ങളിൽ ഇത്രയും എഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. അപ്പം നമ്മൾ ഓരോരുത്തരെ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഈ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് വെള്ളമാണ് അല്ല, ഈവൻ നമ്മുടെ ബ്രെയിനിൽ പോലും ഏറ്റവും കൂടുതലുള്ളത് വെള്ളമാണ്. ശരീരത്തിൽ 60% വെള്ളമാണെന്നാണ് പറയുന്നത് അല്ലേ. ഭൂമിക്ക് ചുറ്റും നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ വെള്ളമാണ്. അപ്പോൾ ഇത്രയധികം നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ സങ്കല്പവും ഒപ്പം മനസ്സിലാക്കണം, നമ്മുടെ മൈൻഡിലുണ്ടാകുന്ന ഓരോ തോട്ടും നമ്മുടെ ശരീരത്തിൻ്റെ മേലെ എത്ര എഫക്റ്റ് ഉണ്ടാക്കും. നമ്മളുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ഓരോ സങ്കല്പങ്ങളും നമുക്ക് ചുറ്റുമുള്ള ഈ അന്തരീക്ഷത്തിലെ, പ്രകൃതിയിൽ, ഈ ഭൂമിയിലെ, പ്രപഞ്ചത്തിൽ എത്ര എഫക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇത്രയും അറ്റൻഷൻ നമ്മുടെ മേലെ ഈ സമയത്ത് വേണം. നമ്മുടെ വിചാരങ്ങൾക്ക്, നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിൻ്റെ ആധാരം തന്നെ നമ്മുടെ സങ്കല്പശക്തിയാണ്. അതുകൊണ്ട് ഇന്ന് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ പോലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡോക്ടേഴ്സ് എന്താ പറയുക, കൂടുതൽ രോഗങ്ങളും സൈക്കോസൊമാറ്റിക് ആണെന്നാണ് പറയാറുള്ളത്. മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്, മനസ്സുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ്. അപ്പം മാനസിക നിലവാരം, നമ്മുടെ ചിന്താ തരംഗങ്ങൾക്കനുസരിച്ചാണ് ശരീരം കൂടുതൽ കൂടുതൽ രോഗിയായിക്കൊണ്ടിരിക്കുന്നത്. ആരുടെ ഉള്ളിൽ ഡിപ്രഷൻ, നെഗറ്റീവ് ചിന്തകൾ, നിരാശയുടെ ചിന്തകൾ, നിഷേധാത്മക ചിന്തകൾ കൂടുതലാണോ അവരാണ് പെട്ടെന്ന് രോഗങ്ങൾക്ക് അടിമയായിക്കൊണ്ടിരിക്കണമെന്ന് പറയും. കാരണം അവരുടെ ഊർജത്തിൻ്റെ ലെവല് കുറയും, അപ്പോൾ പ്രതിരോധ ശക്തി കുറയും, അപ്പോൾ ബോഡി പെട്ടെന്ന് രോഗത്തിന് അടിമയായിട്ട് മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതേപോലെ പോസിറ്റീവ് എനർജിക്ക് ഇത്രയും നമുക്ക് ശക്തി നൽകാൻ കഴിയും. വളരെ വലിയ രോഗികളാണെങ്കിൽ പോലും, ശരീരം വളരെ വലിയ രോഗത്താൽ ബുദ്ധിമുട്ടുമ്പോഴും നമ്മുടെ സങ്കല്പം, പോസിറ്റീവായിട്ടുള്ള സങ്കല്പത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ ആ വലിയ രോഗത്തെ നമുക്ക് ചെറുതായിട്ട് കാണാൻ കഴിയും. ജലത്തിനുമേൽ പോലും ചിന്തകൾ സ്വാധീനം ചെലുത്തുന്നു. ജലാംശം വളരെയധികമുള്ള നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളിൽ ഭൂരിഭാഗവും സൈക്കോസൊമാറ്റിക് രോഗങ്ങളുമാണ്. അങ്ങനെയെങ്കിൽ സങ്കല്പശക്തിയെ സദുപയോഗം ചെയ്താൽ നമ്മുടെ നേട്ടം എന്തായിരിക്കും? ഇന്നത്തെ പ്രയോഗശാലയിലെ വിഷയം ഇതുതന്നെയാണ്. രാജയോഗ ധ്യാനം എന്ന സർവശ്രേഷ്ഠമായ ജീവിത ശൈലിയിൽ സങ്കല്പശക്തിയുടെ സദുപയോഗം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈശ്വരൻ ഈ ജീവിതശൈലിയിലൂടെ, ഒരു രാജയോഗി ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. പരമാത്മ അങ്ങനെ ഒരു ഗൈഡൻസ് നമുക്ക് നൽകിക്കൊണ്ട്, അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ടൂൾസിനെ നമ്മൾ തന്നെ നല്ലതുപോലെ ഉപയോഗിക്കൂ. സങ്കല്പശക്തി എൻ്റെതാണ്, എനിക്കതിനെ ഏത് തരത്തിൽ വേണമെങ്കിലും പ്രയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മളുടെ ഉള്ളിൽ നമുക്ക് ആ ഒരു അവയർനെസ് ഉണ്ടാകണം. എൻ്റെ ജീവിതം എൻ്റെ കയ്യിലാണ്, എൻ്റെ ജീവിതം എൻ്റെ കയ്യിലാണ്. ഞാൻ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ മറ്റുള്ളവരെ നോക്കുന്നതിന് പകരം അവരെന്ത് ചെയ്യുന്നു, ഇവരെന്ത് ചെയ്യുന്നു, അവരെന്നെക്കുറിച്ച് എന്താ പറയണേ, ഇവർക്ക് എന്നെക്കുറിച്ച് എന്താ ധാരണ, ആ ഒരു കാര്യത്തെക്കുറിച്ച്, അതായത് മറ്റുള്ളവരെ നോക്കുന്നതിന് പകരം നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുക, നമ്മളിലേക്ക് നോക്കുക. എൻ്റെ വിചാരങ്ങൾ, എൻ്റെ ഉള്ളിൽ നടക്കുന്ന സങ്കല്പങ്ങൾക്കനുസരിച്ച് എനിക്ക് എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഫുൾ ഈ ഒരു അറ്റൻഷൻ വെക്കണം. ഈ ദിവസം മുഴുവൻ, ഇന്നത്തെ ദിവസം ഞാൻ എവിടെയാണെങ്കിലും, ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിലും ഏത് കാര്യത്തിലേക്ക് പോവുകയാണെങ്കിലും എല്ലാ കാര്യങ്ങളെ പ്രതി ഞാൻ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യും. പോസിറ്റീവായിട്ടുള്ള സങ്കല്പം, സൃഷ്ടിപരമായ സങ്കല്പം ഞാനിന്ന് കൊണ്ടുവരും. പോസിറ്റീവ് എനർജി ഉണ്ടാക്കണം. ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ജീവിതത്തിന് മുന്നിൽ വന്നാലും, എന്തെങ്കിലും ഒരു പേപ്പർ വന്നാലും അറ്റൻഷൻ വെക്കൂ, അതിനെ പ്രതി എനിക്ക് പോസിറ്റീവ്. കാരണം ഏതൊരു നെഗറ്റിവിറ്റിയുടെ പിന്നിലൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും. നമുക്ക് ആ പോസിറ്റീവ് സൈഡിനെ കാണാനുള്ള ഒരു ക്ഷമയുണ്ടായാൽ മാത്രം മതി. സാധാരണ പറയാറുണ്ടല്ലോ ഗീതയിൽ, സംഭവിച്ചതെല്ലാം നല്ലതിന്, അമംഗളത്തിലൊരു മംഗളം ഉണ്ടാവും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ആ ലക്ഷ്യം വെക്കൂ. രാവിലെ മുതൽ വൈകുന്നവരെ അനുകൂലമായിട്ടുള്ള പരിതസ്ഥിതിയാണ് വരുന്നതെങ്കിലും പ്രതികൂലമായിട്ടുള്ള സാഹചര്യം വന്നാലും നമുക്കെല്ലാവർക്കും ഇന്നത്തെ ദിവസം ഈ ഒരു വിശേഷ പ്രാക്ടീസ് ചെയ്യാനുള്ള ശ്രമം, പരിശ്രമമാക്കി അതിനെ മാറ്റണം. പൂർണ്ണ പരിശ്രമം വേണം ഇതിനെല്ലാം. കാരണം വളരെ കാലത്ത് നമ്മുടെ ജീവിതശൈലിയിൽ നമുക്കൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ പരിശ്രമം തന്നെ വേണം. ഇന്ന് ഈ ഒരു പരിശ്രമം നമുക്ക് ചെയ്യണം. ഇന്നത്തെ ദിവസം ഏത് പരിതസ്ഥിതി, ഏത് വ്യക്തി എൻ്റെ മുന്നിൽ വന്നാലും എനിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് നിലനിർത്തണം, പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് എനിക്ക് കൊണ്ടുവരണം. ഏത് സിറ്റുവേഷനിൽ ഇന്ന് ഞാൻ
ശുഭം ചിന്തിക്കും. ആരെ പ്രതിയാണെങ്കിലും, ഏത് സംഭവത്തെ പ്രതിയാണെങ്കിലും എൻ്റെ സങ്കല്പം ഇന്ന് ഉറങ്ങും വരയ്ക്കും എനിക്ക് ശുഭം ചിന്തിക്കണം. ഈ ഒരു ദൃഢസങ്കല്പത്തിൻ്റെ വ്രതമാകട്ടെ ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസ്. സങ്കല്പങ്ങളാണ് പിന്നീട് യാഥാർത്ഥ്യങ്ങളായി പരിണമിക്കുന്നത്. ശുഭസങ്കല്പങ്ങളാകുന്ന വിത്ത് വിതയ്ക്കുകയാണെങ്കിൽ ശുഭമായ ഒരു ഫലം നമുക്ക് കൊയ്തെടുക്കാനാകും. ശുഭസങ്കല്പങ്ങളുടെ പ്രവാഹം തന്നെയാണ് ധ്യാനം. ഇനി ധ്യാന നിമിഷങ്ങളാണ്. ശ്രദ്ധയോടെ ഇരുന്ന് ധ്യാനത്തിനായുള്ള നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് ടെലിവിഷനിൽ കാണുന്ന ദൃശ്യങ്ങൾ സ്വയം സങ്കല്പ നേത്രത്തിൽ അനുകരിക്കും. ഓം ശാന്തി. സങ്കല്പമാണ് സൃഷ്ടിയുടെ ആധാരം. ഈ അവബോധം എന്നെ ജാഗ്രതയുള്ള ആളാക്കി മാറ്റിയിരിക്കുന്നു. എൻ്റെ എല്ലാ കർമ്മങ്ങളുടെയും ബീജം ചിന്തകളാണ്. അതിനാൽ എനിക്കെൻ്റെ ചിന്തകളുടെ മേൽ, മനസ്സിൻ്റെ മേൽ പൂർണ്ണമായ നിയന്ത്രണം. സമ്പൂർണമായ നിയന്ത്രണം ഉണ്ടായിരിക്കണം എന്ന കാര്യത്തിൽ ഞാൻ ബോധവാനായി തീർന്നിരിക്കുന്നു. ജീവിതത്തിൻ്റെ ഏത് പരിതസ്ഥിതിയിലും എനിക്കെന്നെക്കുറിച്ചും മറ്റുള്ളവരെ പ്രതിയും സംഭവങ്ങളെ പ്രതിയും പോസിറ്റീവായ ഒരു മനോഭാവം ഞാൻ നിലനിർത്തും. ഞാൻ ആത്മാവാണ്, ചൈതന്യശക്തിയാണ്. ആത്മാവായ ഞാൻ അധികാരിയാണ്. മനസ്സ്, സങ്കല്പങ്ങൾ, വികാരവിചാരങ്ങൾ എൻ്റെ നിയന്ത്രണത്തിലാണ്. ഞാൻ എന്ത് ചിന്തിക്കുന്നോ അതേപോലെ ആയിത്തീരും. ഞാൻ ശക്തിശാലിയായ ആത്മാവാണ്. എനിക്കെൻ്റെ സങ്കല്പങ്ങളുടെ മേൽ പൂർണ്ണ നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയും എന്ന ദൃഢവിശ്വാസമുണ്ടിപ്പോൾ. ഓം ശാന്തി. ഇനി മനസ്സിനെ നിയന്ത്രിക്കാൻ പ്രയത്നത്തിലേർപ്പെട്ടിരിക്കുന്ന ചില രാജയോഗികളുടെ അനുഭവരത്നങ്ങൾ. എൻ്റെ പേര് ശ്യാമള, തിരുവനന്തപുരം നിവാസി തന്നെയാണ്. ഏകദേശം 23 വർഷം മുൻപ് ഞാൻ ഗവൺമെൻറ് ജോലി ചെയ്യുകയായിരുന്നു. ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തു.
റിട്ടയർ ചെയ്തതിന് ശേഷം ലക്ഷ്യമില്ലാത്ത ഒരു ജീവിതം പോലെ. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഈശ്വരനെ എനിക്കിഷ്ടമായിരുന്നു. രാവിലെ വൈകുന്നേരം എല്ലാം നടക്കാൻ പോകുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. നടക്കാൻ പോകുന്ന ആ വഴിയിൽ വെച്ചിട്ട് ബ്രഹ്മകുമാരീസുമായി ബന്ധപ്പെട്ട ഒരു സഹോദരിയെ കാണാനിടയായി. അവർ എന്നോട് വിവരങ്ങൾ ചോദിച്ചു, എവിടോട്ട് പോകണു? ഞാൻ പറഞ്ഞു ഇങ്ങനെ പോകണു. അപ്പോഴത്തേക്കും അവരാണ് ബ്രഹ്മകുമാരീസിൻ്റെ പരിചയം എനിക്ക് തന്നത്. അവർ തന്ന ആ പ്രചോദനത്തിൻ്റെ ഫലമായിട്ട് ഞാൻ ആ ബ്രഹ്മകുമാരീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ സന്ദർശിച്ചു. അവിടെ നിന്ന് ഈശ്വരീയ ജ്ഞാനം എനിക്ക് കിട്ടി. അന്നു മുതൽ ആ ഈശ്വരീയ ജ്ഞാനം കിട്ടുന്നതിന് മുൻപ് ഞാൻ പോയിരുന്ന അമ്പലത്തിൽ ഒരു പ്രതിഷ്ഠയുണ്ട്, ഒരു ഗുരുവിൻ്റെ പ്രതിഷ്ഠ, ചട്ടമ്പി സ്വാമികൾ എന്ന് പറയും. ആ പ്രതിഷ്ഠയുടെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ ആവശ്യപ്പെടുമായിരുന്നു, ഈശ്വരൻ അതാരാണ്, ആ സത്യം എനിക്ക് മനസ്സിലാകണം എന്ന്. എങ്ങനെ എൻ്റെ ഉള്ളിൽ ആ ചിന്ത വന്നു എന്നൊന്നും എനിക്ക് പറയാൻ അറിയില്ല. അങ്ങനെ ഒരു ചിന്ത വന്നു, ആ സത്യത്തിനെ എനിക്ക് മനസ്സിലാക്കി തരണം. ഒരു ഈശ്വരൻ എന്നല്ലേ ഉള്ളൂ. നമ്മൾ ഹിന്ദുക്കൾ 33 കോടി ദേവതകൾ എന്ന് പറഞ്ഞ് പൂജിക്കുന്നു. പിന്നെ ക്രിസ്ത്യാനികൾ ക്രൈസ്റ്റിനെ ആരാധിക്കുന്നു. ഇസ്ലാംകാർ അവർ പ്രത്യേക രീതിയിൽ ആരാധിക്കുന്നു. ഇങ്ങനെ പല പല ആരാധനാ മാർഗങ്ങളുള്ളപ്പോൾ ഈശ്വരൻ ആരാണ്, എന്താണ്, ഇതറിയണം, ആ സത്യം എനിക്കറിയണം എന്നൊരു ചിന്ത എങ്ങനെ വന്നു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ ചിന്തയെ തുടർന്നാണ് ഈ ഈശ്വരീയ ജ്ഞാനം എനിക്ക് കിട്ടിയത്. എനിക്ക് ബോധ്യമായി. ഫസ്റ്റ് ഡേ, ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ക്ലാസ് കിട്ടി. ഇതാണ് പരമമായ ഈശ്വരൻ, ഏവർക്കും അംഗീകരിക്കാവുന്നൊരു പരമസത്യം, പരമശക്തി, പരമപ്രകാശം എന്നെനിക്ക് മനസ്സിലായി. അന്ന് മുതൽ ആ ഈശ്വരൻ്റെ കൂടെ തന്നെയാണ് ഞാൻ. മനസ്സിലെ സങ്കല്പങ്ങൾ നിയന്ത്രണാതീതമാകുന്നതാണ് ജീവിതമാകുന്ന യാത്രയിലെ യാത്രാക്കുരുക്കുകൾക്ക് കാരണമാകുന്നത്. അതിനായുള്ള പരിഹാരം മനോനിയന്ത്രണം തന്നെയാണ്. മനസ്സിന്റെ നിയന്ത്രണത്തിന് ധ്യാനം കൂടിയേ തീരൂ. ധ്യാനത്തിന് ജ്ഞാനം ആവശ്യമാണ്. സത്യമായ ജ്ഞാനത്തിനാകട്ടെ ജ്ഞാനാമൃതധാരയാണ് ഏറ്റവും ഉത്തമമായ വഴികാട്ടി. ജ്ഞാനാമൃതധാര ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിൽ കണ്ടുമുട്ടാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 9446820448. ഞങ്ങളുടെ ഇമെയിൽ ID shivajyotimedia@gmail.com. ഈ പരിപാടി വീണ്ടും കാണുന്നതിനായി www.timevision.tv എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.